ഒരു MLA നിയമസഭയിൽ ചോദിച്ചു, 44,000 തൊഴിലാളികളുണ്ടായിരുന്ന KSRTCയിൽ ഇപ്പൊ 22,000 തൊഴിലാളികളല്ലേ ഉള്ളൂ എന്ന്. പക്ഷെ നിയമസഭയിൽ പറയാനുള്ള സംസാരിക്കാനുള്ള സമയക്കുറവുകൊണ്ട് ഞാൻ പറയുക, അദ്ദേഹത്തിന്റെ കണക്ക് തെറ്റാണ്. കാരണം സംഭവം കറക്റ്റാണ്. ഇപ്പൊ 22,000 തൊഴിലാളിയുണ്ട്, 42,000 തൊഴിലാളി ഉണ്ടായിരുന്നു. ഈ 42,000 തൊഴിലാളി ഉണ്ടായപ്പോൾ KSRTC ഓടിച്ചിരുന്നത് ഏതാണ്ട് 3,850 വണ്ടിയെ കണ്ട. 22,000 തൊഴിലാളിയായിട്ട് കുറഞ്ഞപ്പോഴും ഒരു വ്യത്യാസമില്ല, അത്രയും വണ്ടി ഓടുന്നുള്ളൂ. അതിന്റെ അർത്ഥം 42,000 പേര് വേണ്ട, 22,000 പേര് മതിയെന്നാണ്. ഇന്ത്യയിൽ ഒരു ബസിന്റെ ശരാശരിയിൽ ഏറ്റവും കൂടുതൽ ജീവനക്കാരുണ്ടായിരുന്ന KSRTC ആണ്. അപ്പൊ അത് കുറച്ചു കൊണ്ടുവരിക. ഇതിങ്ങനെ വലിയ വയറുമായിട്ട് നടന്നിട്ടില്ല, വലിയ വയറ് നിറയണ്ടേ. അപ്പൊ അതുകൊണ്ട് KSRTCയുടെ ഒരു കുഴപ്പവും സംഭവിച്ചിട്ടില്ല. 22,000 തൊഴിലാളിയായി മാറുമ്പോഴും ഇപ്പോഴും കുറെ ആളുകൾ വെറുതെ ഇരിക്കുകയാണ് വണ്ടി ഓടിക്കാതെ. ഇതെല്ലാം മനസ്സിലാക്കി നമ്മൾ ഓരോ നിമിഷവും ഇതിന് പുറകെ നിൽക്കണം, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും ഓരോ നിമിഷവും. അപ്പൊ അത്രത്തോളം ശ്രദ്ധയോടെ നമ്മൾ ഇതിനെ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങളാണ് KSRTC തരാൻ പോകുന്നത്. സ്ലീപ്പർ ബസ്സുകൾ, എയർ കണ്ടീഷൻ ബസ്സുകൾ 36 ഇറങ്ങുമ്പോൾ ഉടനെ തന്നെ. ഗ്രാമപ്രദേശങ്ങളിലെ ചെറിയ ബസ്സുകൾ മുഴുവൻ മാറാൻ പോകുന്നു, പുതിയ ബസ് വരാൻ പോകുന്നു, നല്ല പാട്ടൊക്കെ കേട്ട് പോവാം. അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, സാറേ പാട്ട് വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോകുന്ന ആളുണ്ടെങ്കിൽ അയാൾക്ക് വിഷമമായിരിക്കില്ല. ഞാൻ പറഞ്ഞു, ഒരാളല്ലേ മരണ വീട്ടിൽ പോകുന്നുള്ളൂ, 50 പേര് മരണ വീട്ടിൽ പോകുന്നില്ലല്ലോ, അവർ കേട്ടോട്ടെ. നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളെക്കാൾ ഗംഭീരമായ KSRTC ബസ്സുകൾ വരാൻ പോവുകയാണ്. ഗ്രാമപ്രദേശങ്ങൾ, ലോക്കൽ ബസ്സുകൾ പോലും ആധുനികമായ ബസ്സുകൾ വരാൻ പോവുകയാണ്, സ്റ്റൈലാക്കിയാണ്. KSRTCയിൽ സൂപ്പർ സ്റ്റാറുകൾ പോലും വരുന്ന ആളുകളിൽ കയറി യാത്ര ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. കാരണം ഇത് എല്ലാ സ്കൂട്ടറും കാറും ഉപേക്ഷിച്ച് ഇതിൽ പോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക. നമ്മൾ KSRTC പ്രീമിയം സൂപ്പർ ഫാസ്റ്റ് എന്ന വണ്ടി ഇറങ്ങിയിരുന്നു. പുഷ് ബാക്ക് സീറ്റ്, ഫ്രീ വൈഫൈ, സീറ്റ് ബെൽറ്റ്, പാട്ട്, സിനിമ എല്ലാം കാണാം. ഈ വണ്ടി 10 വണ്ടികളാണ് കേരളത്തിലുള്ളത്. 12 വണ്ടിയാണ് ഇപ്പോൾ ഓടുന്നത്. ഈ 12 വണ്ടികളിൽ 10 വണ്ടി, 2 വണ്ടി ഓടി തുടങ്ങിയിട്ട് 2 ദിവസമായുള്ളൂ. ഈ 10 വണ്ടികളും ദിവസം പാലക്കാടും തൃശ്ശൂരും പോയി വരുന്ന വണ്ടികളാണ്. കാരണം ഹൈവേ പൊളിച്ചിട്ട് കോഴിക്കോടേക്ക് പോകുന്നില്ല. 10,000 രൂപ ശരാശരി ഒരു ദിവസം ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടി. KSRTCയുടെ റോയൽ വ്യൂ എന്ന് പറയുന്ന KSRTCയിലെ മൂന്നാറിലെ ഡബിൾ ഡെക്കർ വളരെ കാലം മുമ്പ് എന്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു, കണ്ണാടി കൊണ്ടൊരു വണ്ടി ഉണ്ടാക്കണം. അതുണ്ടാക്കാനുള്ള പ്രചോദനം ഒരു സിനിമാ പാട്ടാണ്. കാതലൻ എന്ന സിനിമയിലെ പ്രഭുദേവയുടെ ഡാൻസ് ഉണ്ട്, ഉർവശി എന്ന്. അതിന്റെ പുറകില് അക്രലിക് ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബസ് പുറകെ കിടപ്പുണ്ട്. ഇത് കണ്ടപ്പോഴേ ഇതുപോലെ ബസ് ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചു. ഇപ്രാവശ്യം അങ്ങനെ ഒരു ബുദ്ധി തോന്നി. ഈ വണ്ടി എവിടെ ഓടിക്കണം എന്നുള്ളതാണ്. ഈ വണ്ടി ഓടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം മനോഹരമായ മൂന്നാറാണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങോട്ട് പോയി. നിങ്ങൾ മനസ്സിലാക്കണം, ആ വണ്ടിയുടെ കണക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥർ തന്നു. ആ വണ്ടിക്ക് വേണ്ടി KSRTC ചെലവാക്കിയത് 40 ലക്ഷം രൂപയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി. ഏറ്റവും അഭിമാനകരമായ ഡിസൈൻ ഞാൻ വരച്ചതാണ്, പക്ഷെ അതിന്റെ പണി മുഴുവനായി ചെയ്തത്, ഒരു മുട്ടുസൂര്യ പണി പോലും ഇല്ല, ബാക്കി പണി മൊത്തവും ചെയ്തത് KSRTCയിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. എന്നോട് പലരും ചോദിച്ചു, സ്റ്റേറ്റ് നാഷണൽ ലെവലിലുള്ള ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതോറിറ്റിയുടെ ഭാരവാഹികൾ അവരോട് വന്നു, അതിന്റെ ഡയറക്ടേഴ്സ്. അപ്പൊ എന്നോട് ചോദിച്ചു, ഈ വണ്ടി ഇമ്പോർട്ട് ചെയ്താണ്, ഏത് കമ്പനിയാണ് ഇത് ബോർഡ് ചെയ്തത്? KSRTCയിലെ ജീവനക്കാരാണ് ബോർഡ് ചെയ്തെന്ന് അഭിമാനത്തോടെ പറയാം എനിക്ക്. കാരണം അത്ര മിടുക്കന്മാരുണ്ട് KSRTCയിൽ. KSRTCക്കാർ മോശമൊന്നുമല്ല, മിടുക്കന്മാരുണ്ട്, അവരാണ് ചെയ്തത്. രണ്ടാമത്തെ വണ്ടി ചെയ്യാൻ ആ വണ്ടി ഈ ദിവസത്തിനിടയിൽ ഓടി തുടങ്ങിയത് 2012 മുതൽ 12/3, ഒരു മാസം. അന്ന് ചിലരൊക്കെ വിമർശിച്ചു, ഇയാൾ KSRTCയിലെ പൈസ എടുത്ത് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ. വിമർശിച്ചുള്ള ഉത്തരം കേട്ടോളൂ. ഇന്നലെ വരെ 12/2 മുതൽ 12/3 വരെ ഇതിന്റെ കളക്ഷൻ 13,13,400 രൂപയാണ്. അതായത് ഒരു ദിവസം വണ്ടി ഓടുമ്പോൾ കിട്ടുന്നത് 65,000 മുതൽ 66, 68 വരുന്നത്. അതിൽ 13,000 രൂപയാണ് ഒരു ദിവസം ചെലവ്, ബാക്കി പൈസ മൊത്തം പ്രോഫിറ്റ് ആണ് KSRTC. ലാഭമാണെന്ന്, എല്ലാ ചെലവും പോയിട്ട് ലാഭമാണ്. ഒരു ദിവസം ഒരു 30,000, 40,000 രൂപ KSRTC വണ്ടി ലാഭം ഉണ്ടാക്കുന്നു. മെയ് മാസം, ജൂൺ മാസം ആകുന്നതിനും ഈ വണ്ടി ചിലവാക്കിയ പണം ലാഭമായി തിരിച്ചു പിടിക്കും. ഓരോ വണ്ടിയും നമ്മൾ ഇങ്ങനെ എണ്ണി കണക്കൂട്ടിയാണ് ഓടിക്കുന്നത്. കാരണം നഷ്ടത്തിൽ ഇനി ഇതിന് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ഈ ബസ് നിങ്ങൾ 10 ബസ് വരെയാണ്. എല്ലാവരും, എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരും എല്ലാം ഒന്നിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറി പോകണം പരമാവധി ആളുകൾ. പിന്നെയും ഞാൻ ഹൈക്കോടതിയിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോയിക്കോളാം എന്ന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സമയം അനുസരിച്ച് നമ്മുടെ യാത്രയെ ഒന്ന് ക്രമീകരിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ സമയത്തിൽ അപാകതയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട MLA അറിയിച്ചാൽ മതി. അതനുസരിച്ച് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി തരും. നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ള സമയത്തിലല്ല ഈ വണ്ടി വരുന്നതെന്ന് കണ്ടാൽ ഒരു ദിവസം പോലും താമസിക്കരുത്, ഉടൻ MLA അറിയിക്കണം. MLA ഉടനെ അവരോടും പറയണം, എന്നെയും വിളിച്ചു പറയണം, അല്ലെങ്കിൽ എന്റെ പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് അറിയിക്കുക. അവരടുത്ത ദിവസം തന്നെ അതിൽ മാറ്റും. ജനങ്ങൾക്ക് ഉപകാരമുള്ള സമയത്ത് വണ്ടി ഓടിയാൽ വിജയിക്കുക.
ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം. ഒരു ദിവസം ഞാൻ പറഞ്ഞു, തിരുവനന്തപുരത്തെ വേളി റെയിൽവേ സ്റ്റേഷനുണ്ട്. KSRTC നടക്കുന്ന മണ്ടത്തരങ്ങളാണ് പലതും നടന്നുകൊണ്ടിരുന്ന, ഇപ്പം സംബന്ധിക്കത്തില്ല. വേളി റെയിൽവേ സ്റ്റേഷനിൽ സെക്രട്ടേറിയറ്റ്, സർക്കാർ ഓഫീസുകളിലേക്ക് രാവിലെ ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്. ഇവർക്ക് കിഴക്കേക്കോട്ട, തമ്പാനൂര്, പിന്നെ സ്റ്റാച്യു, ഇങ്ങനെ സർക്കാർ ഓഫീസുകളുള്ള ഭാഗങ്ങളിലേക്ക് പോകാൻ വണ്ടിയില്ല. ട്രെയിനിൽ ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ വലയാണ്. ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ 200 രൂപ 300 രൂപയൊക്കെയാണ് വാങ്ങിയത്. ഒരു ദിവസമേ സർക്കാർ ജീവനക്കാർക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, രാവിലെ 7:30 ട്രെയിൻ വരുമ്പോൾ, അല്ലെങ്കിൽ 8:30 ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ ഇടണം, ബസ് ഇടണമെന്ന് പറഞ്ഞു. അപ്പോൾ ഉദ്യോഗസ്ഥൻ എന്നോട് പറഞ്ഞു, സാറേ ഇതൊക്കെ പണ്ട് ഇട്ടാ സാറേ, എല്ലാം പരാജയപ്പെട്ടു, ആരും ഇല്ല. കാര്യം എന്താണെന്നറിയാം, 8:30 ട്രെയിൻ വരും, ബസ്സിന്റെ ഡ്രൈവർക്ക് സമയം കൊടുത്തിട്ടുണ്ട്, 8:30 മണിക്ക് വണ്ടി എടുക്കണം. അതായത് 8:30 മണിക്ക് ട്രെയിൻ വരുന്നത്. ട്രെയിനിലുള്ള ആൾക്കാർ പുറത്ത് വരുമ്പോൾ ഈ ബസ് പോയി. കാരണം ഇവൻ എടുത്തില്ലെങ്കിൽ അവന്റെ ജോലി സസ്പെൻഷനാ. കാരണം 8:30 വണ്ടി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. ട്രെയിൻ വരുന്ന 8:30, സമയം പറഞ്ഞേക്കുന്നത് 8:35 8:40. പക്ഷെ ട്രെയിൻ വരാൻ 10 മിനിറ്റ് താമസിച്ചാലും ഈ ബസ് അങ്ങ് പോവും കാലിയായിട്ട്. അപ്പൊ അതങ്ങ് മാറ്റി. ഇപ്പൊ ഷെഡ്യൂളില്ല, അവിടെ ചെന്ന് കിടക്കും. 8:30 ട്രെയിൻ വന്നാൽ 8:40 എടുക്കും. 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാമെന്ന് പറഞ്ഞത്. ട്രെയിൻ എപ്പോൾ വരുന്നോ 10 മിനിറ്റ് കഴിഞ്ഞ് എടുക്കാം. ആളുകൾ ഇറങ്ങി വന്ന് കയറാനുള്ള സമയം. ഇപ്പൊ 8:30 ട്രെയിൻ വന്നില്ല, 8:45, 8:40, 8:50, 8:50 എടുക്കാവും. അങ്ങനെ എടുക്കുമ്പോൾ സാധാരണ ഒരു KSRTC ബസ് ഏറ്റവും ലാഭത്തിൽ പോകുമ്പോൾ അതിന് കിട്ടുന്ന ശരാശരി ഏണിങ്സ് പെർ കിലോമീറ്റർ, ഒരു കിലോമീറ്റർ കൊണ്ട് സമ്പാദിക്കുന്ന പണം, ഒരു സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഒരു 44 രൂപയ്ക്ക് മുകളിലുണ്ടെങ്കിലേ ലാഭമാവത്തുള്ളൂ, മുകളിലേക്ക് വരണം. ആ വണ്ടിക്ക് ഒരു കിലോമീറ്ററിൽ കിട്ടുന്ന 94 രൂപയാണ്. ഏതാ 44 കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഒരു 54 കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഒരു സാധാരണ ഓർഡിനറി ബസ് വിജയിക്കത്തുള്ളൂ. ഈ ബസ്സിന് കിട്ടുന്നത്, ഈ സമയം മാറ്റിയിട്ട് ട്രെയിൻ വരുമ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങിയപ്പോൾ ആ ബസ് ഫുള്ളായിട്ടാണ് പോകുന്നത്. അതിന് ഒരു കിലോമീറ്റർ കിട്ടുന്ന 93 രൂപയാണ്. ഈ മൂന്നാറിലെ ബസ്സിന് ഒരു കിലോമീറ്റർ കിട്ടുന്ന 238, 35 രൂപ 38 പൈസയാണ്. അപ്പൊ ഇങ്ങനെ ഓരോന്നും എണ്ണിപ്പറക്കി KSRTC നമ്മൾ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ജീവനക്കാരുടെ ആത്മാർത്ഥമായ സഹകരണമുണ്ട്. ഇത് പറയുമ്പോഴും 5% കുഴപ്പക്കാരുണ്ട്. വഴിയിലിറക്കി വിടുക, സ്ത്രീകളെ വഴിയിലെ പോയിന്റിൽ സ്ഥലത്തിറക്കാതിരിക്കുക, വൃദ്ധരായ ആൾക്കാരെ ദൂരെ കൊണ്ട് 1.5 കിലോമീറ്റർ ദൂരെ ഇറക്കുക, ഈ മാന്യന്മാരുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വളരെ നല്ല ഇടപെടലാണ്. ഞാൻ ഇന്ന് എറണാകുളത്ത് ഇരിക്കുമ്പോൾ എനിക്കൊരു ഫോൺ വന്നു രാവിലെ. KSRTC ഒരു കണ്ടക്ടറാണ്, ഒരു ലേഡി കണ്ടക്ടറാണ് വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, സാറേ പൊങ്കാല ഇടാൻ വേണ്ടി എല്ലാവരും വന്നു, കുറച്ച് പേർക്ക് ഫുഡ് കിട്ടാനുണ്ട്, ഉടനെ അറേഞ്ച് ചെയ്ത് തരണം. അല്ല, മന്ത്രിയോട് നേരിട്ട് പറയാം. ഞാനിവിടുന്ന് ഉടനെ വിളിച്ചു, അടുത്ത സെക്കൻഡിൽ അവർക്ക് ഫുഡ് എത്തിക്കാൻ കഴിഞ്ഞു. KSRTCയുടെ ഇന്നത്തെ ദിവസം KSRTC പൊങ്കാലയ്ക്ക് മാത്രം ഓടിച്ചിരിക്കുന്ന 700 വണ്ടിയാണ്. അതിൽ 101 വണ്ടികൾ സ്പെഷ്യലായിട്ട് ഓടിച്ചതാണ്. അതായത് ബഡ്ജറ്റ് ടൂറിസമാണ്. ബഡ്ജറ്റ് ടൂറിസം പറയുന്ന ആ പാക്കേജാണ്. ഫുഡ്, എന്തിന്, പൊങ്കാലയിടുള്ള കലവും, കുറഞ്ഞ വിലയ്ക്ക് പൊങ്കാലയിടുള്ള കലവും പൂജാപാത്രങ്ങളും സാധനങ്ങളും വരെ KSRTC ജീവനക്കാർ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തുകൊണ്ട് 5000 സഹോദരിമാരെയാണ് പൊങ്കാലയിടാൻ തിരുവനന്തപുരത്ത് എത്തിക്കാൻ വിവിധ ഡിപ്പോകളിൽ നിന്ന് KSRTC കഴിഞ്ഞ സാധാരണ ബസ്സിൽ വരുന്നവർ കൂടാതെ നേരത്തെ റിസർവ് ചെയ്ത് അവരെ യാത്രയും ഫുഡും അവരുടെ സൗകര്യങ്ങളും KSRTCയുടെ വികാസ് ഭവൻ ഭാഗത്തുള്ള ആ ഗ്രൗണ്ടിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവർ സ്ഥലവും കൊടുക്കും. നമ്മൾ കൊണ്ടുവരുന്ന വണ്ടിക്കകത്ത് വരുന്നവർക്ക് പൊങ്കാലയിടുള്ള സ്ഥലവും കൊടുക്കുകയാണ്. അത് ചെയ്തതിൽ 5000-ലധികം വനിതകളെയാണ് തിരുവനന്തപുരത്ത് എത്തിക്കാൻ കഴിഞ്ഞ ഈ സർവീസ്, ഈ 101 ബസ്സിലൂടെ തന്നെ. അപ്പൊ അങ്ങനെ KSRTCയുടെ വരുമാനം എന്ന് പറയുന്നത് ബഡ്ജറ്റ് ടൂറിസം, ഈ പദ്ധതിയിലെ വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ വർഷം കൈവരിച്ചിരിക്കുന്ന 84% വർധനമാണ്. ഏതാണ്ട് ഇരട്ടിയോളം മുന്നോട്ട് പോവുകയാണ്. അപ്പൊ KSRTCയുടെ മുഖം മാറുകയാണ്. വാടകയ്ക്ക് കൊടുക്കാത്ത കടകൾ വാടകയ്ക്ക് കൊടുത്ത ഇനത്തിൽ തന്നെ കഴിഞ്ഞ 3 മാസം കൊണ്ട് 36 ലക്ഷം രൂപ അധികം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ KSRTC അതിന്റെ വിജയത്തിലേക്ക് പോകുമ്പോഴാണ് ഇത്തരത്തിലൊരു പദ്ധതി. ജനങ്ങൾക്ക് വേണ്ടിയാണ് KSRTC. ഇപ്പൊ നിങ്ങൾ വൈപ്പിലെ ഒരു പ്രശ്നമുണ്ട്, എത്രയോ നാളായി പറയും, പ്രൈവറ്റ് ബസ്സുകാരൻ കയറത്തില്ല, കേസ് വഴക്ക്. MLA തന്നെ തലയിൽ കൈവച്ചു, ഉദ്യോഗസ്ഥന്മാർ തലയിൽ, RTO ചോദിച്ചപ്പോൾ RTO തലയിൽ കൈവച്ചു. ഇവരെ കൊണ്ട് രക്ഷയില്ല സാറേ, പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു തീരുമാനമെടുത്തു. സർക്കാരിന്റെ ജനങ്ങളുടെ വാഹനമായ KSRTC വൈപ്പിനിലെ ഈ പ്രശ്നം പരിഹരിക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പലരും ചോദിക്കാറുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപന KSRTC വെറുതെ പൈസയും കൊടുത്ത് തള്ളിക്കൊണ്ടു പോകണം എന്തിനെന്ന് മനസ്സിലായ ഇതിനു വേണ്ടിയാണ്. ഇത്തരം ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ നേരിടാൻ സർക്കാരിന്റെ കയ്യിൽ ഇതുപോലൊരു പൊതുമേഖലാ വാഹന സംവിധാനം വേണം എന്നെല്ലാവരും മനസ്സിലാക്കണം. അതായത് ഇതൊരു പൊളിച്ചു വാരി കളയേണ്ട ഒരു സാധനമല്ല. 10,000 കോടി ഇടതുപക്ഷം സർക്കാർ ഈ പ്രസ്ഥാനം നിലനിർത്താൻ സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇതുപോലുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ഇവിടെ പോകും, MLA എവിടെ പോകും, മന്ത്രി എവിടെ പോകും, പ്രൈവറ്റ് ബസ്സുകാരെ കാലേ വീണ് അയ്യോ ചേട്ടാ ഒന്ന് ഓടിക്കണേ, പറ്റില്ല, അത് വേണം, ഒരു ഡിമാൻഡും വേണ്ട, ഈ വണ്ടി ഓടും, ഇനിയും നിങ്ങൾക്ക് വണ്ടി തരും. ഇത് വിജയിക്കുന്നതിന്റെ കണക്ക് ഞാൻ നോക്കും. എല്ലാ ദിവസവും ഈ കണക്കുകൾ എനിക്ക് അയക്കാറുണ്ട്. ആ കണക്ക് ഓരോന്നും ഞാൻ പരിശോധിക്കും. പരിശോധിച്ചതിന് ശേഷം
നന്നായി പോവുകയാണെങ്കിൽ 10ന്റെ സ്ഥാനത്ത് ഞാൻ 25 എന്നൊരു ഓഫർ പറയുന്നു, തന്നിരിക്കും. അതിനൊരു മാറ്റവുമില്ല. ബഹുമാനപ്പെട്ട MLA വളരെയധികം ഇതിനുവേണ്ടി പരിശ്രമിച്ചു. അദ്ദേഹത്തിന്റെ ആ പരിശ്രമത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ വേദിയിലും സദസ്സിലിരിക്കുന്ന അനേകം വ്യക്തികൾ, സംഘടനകൾ, ഇവരെല്ലാം ഈ ഒരു കോസിന് വേണ്ടി ഫൈറ്റ് ചെയ്തവരാണ്, സമരം ചെയ്തവരാണ്, അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തിയവരാണ്, പരിശ്രമം നടത്തിയവരാണ്, കാണേണ്ടവരെ എല്ലാം കണ്ടവരാണ്. അവരുടെ എല്ലാം ഒരു വിജയമായി ഞാൻ ഇതിനെ കാണുകയാണ്. നമ്മൾ അതിനെ അങ്ങനെ കാണണം. ഒറ്റക്കെട്ടായി നമ്മൾ വികസന കാര്യങ്ങളിൽ, ഇത്തരം പുരോഗമനമായ കാര്യങ്ങളിൽ, എല്ലാ കാര്യങ്ങളിലും ഒരു ജനപ്രതിനിധിയായി നേതൃത്വം കൊടുക്കുമ്പോൾ രാഷ്ട്രീയം മറന്ന് അദ്ദേഹത്തോടൊപ്പം നിന്ന് നമ്മൾ അദ്ദേഹത്തെ സഹായിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യണം. നിങ്ങളുടെ എല്ലാം സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി ശ്രീ ഉണ്ണികൃഷ്ണൻ അശ്രാന്തം പരിശ്രമിച്ചു. അതിലൊരു പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഇതൊരു വിജയമാക്കാൻ നിങ്ങളെല്ലാവരും സഹകരിക്കണം. ഇപ്പം നമ്മൾ കാര്യം സഹായിച്ചു, മീറ്റിംഗ് കഴിഞ്ഞു, എല്ലാവരും പോയി. KSRTCക്കാർ ഇതിലേ പോകും, അതിൻ്റെ മുമ്പിൽ കൂടെ പ്രൈവറ്റ് ബസ്സുകാരൻ ഓടിച്ചുകൊണ്ട് പോകും, ആളുകളെല്ലാം അതിൽ കയറി പോകും. നമ്മൾ തക്കടാ പൊക്കടാന്ന് പറഞ്ഞ് പുറകെ പോയാൽ നിർത്തേണ്ടി വരും എന്നുകൂടി ഞാൻ പറയാം. 25 തരാമെന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇത് നട്ടത്തിൽ ഓടിച്ചാൽ നട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല. ഇതെന്റെ കുടുംബസ്വത്തല്ല എന്നുള്ളത് കൊണ്ട്, ഇത് എന്റെ കുടുംബസ്വത്തല്ല, ഇതൊരു പൊതുമുതലാണ്. ഇത് ജനങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഓടിക്കുന്നത്. അതിനെ തകർക്കാൻ ആര് ശ്രമിച്ചാലും അത് നിങ്ങൾ കൂടെ നിൽക്കരുത്. നിങ്ങൾ അതിൽ എന്റെ കൂടെ നിൽക്കണം. KSRTC ജീവനക്കാരുടെ കൂടെ നിൽക്കണം, KSRTC ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കണം. നിങ്ങൾക്ക് അസൗകര്യമായ സമയത്താണ് വണ്ടി ഓടുന്നതെങ്കിൽ അതനുസരിച്ചുള്ള മാറ്റം വരുത്തും. നല്ല വണ്ടികൾ വിജയിച്ചാൽ പുതിയ വണ്ടികൾ വരെയാണ്, അതെല്ലാം തരും. പുതിയ വണ്ടികൾ ഇഷ്ടം പോലെ വരെയാണ്, 100 കണക്കിന് പുതിയ വണ്ടി വരെയാണ്, അതെല്ലാം തരും. നല്ല പാട്ടൊക്കെ കേട്ട് പോകാൻ പ്രൈവറ്റ് ബസ് മാത്രമല്ല ഇതിനകത്ത് പോകാനൊക്കെ പറ്റും. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെയൊക്കെ ഒരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി തരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞതിൽ, ഇടതുമുന്നണി സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അതിന് നിങ്ങൾ നൽകുന്ന പിന്തുണ വളരെ വലുതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് KSRTCയുടെ ഇന്നത്തെ ഒരു ഉയർച്ചയ്ക്ക് എല്ലാവിധ പിന്തുണയും. ഞാൻ തുറന്നങ്ങ് പറയാണ്, നിയമസഭയിലും പറഞ്ഞ കാര്യമാണ്. ഞാൻ മന്ത്രിയെ വന്നതിന് ശേഷം ഈ ശമ്പളം കൊടുക്കാൻ വേണ്ടി പ്രതിസന്ധി പരിഹരിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ അതിലൊരു പാക്കേജ് ഉണ്ട്. 625 കോടി രൂപ KSRTCയുടെ കടം അടച്ചു തീർത്താൽ നമുക്ക് മുന്നോട്ട് വന്നതാണ്. നിങ്ങൾ പറഞ്ഞ ആവശ്യമില്ല. അദ്ദേഹം നേരിട്ട് യോഗം വിളിച്ച് 1 മാസത്തിനുള്ളിൽ 625 കോടി രൂപ KTDFC എന്ന സ്ഥാപനത്തിന് അടച്ചു കൊടുത്തുകൊണ്ട് ആ കടത്തിൽ നിന്നും KSRTC മോചിപ്പിച്ചത് കേരളത്തിന്റെ ബഹുമാനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ്. അത് നമ്മൾ അഭിമാനത്തോടെ ഓർക്കണം. കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനം നിലനിൽക്കാൻ അദ്ദേഹം എത്രമാത്രം താല്പര്യം പറയുന്നുണ്ട്. നഷ്ടത്തിലോടുന്ന പൊതുമേഖലാ സ്ഥാപനം പ്രൈവറ്റൈസ്. ഞാൻ ഇങ്ങോട്ടെ ഈ ചില കമ്പനികൾ ഉണ്ട്, നമുക്കറിയാം, സർക്കാർ കമ്പനി കാട് കയറി, ജീവനക്കാർക്ക് ശമ്പളമില്ല, ജീവനക്കാർക്ക് ജോലിയില്ല, ഓണം വരുമ്പോൾ സർക്കാർ കൊടുക്കുന്ന 2000 രൂപയ്ക്ക് ജീവിക്കുക, ഇങ്ങനെയുള്ള അവസ്ഥയുള്ള ഒരുപാട് പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഞാൻ ധൈര്യമായിട്ട് എനിക്ക് അങ്ങനെ പേടിയൊന്നും ഉള്ളവരെ മൊത്തം പറയും. ആ പൊതുമേഖലാ സ്ഥാപനങ്ങളെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവന്ന് ഈ ജീവനക്കാർക്ക് തൊഴിൽ കൊടുത്ത് പുതിയ കുറെ ആളുകൾ കൂടെ ജോലി കിട്ടി, അതിങ്ങനെ അന്തസ്സായി വളർന്ന് വലുതായി നല്ല പന്തലിച്ച് നിൽക്കുന്ന കാണാൻ ആഗ്രഹിക്കുന്നവരില്ലേ കേരളത്തിലെ ജനങ്ങൾ? നമ്മൾ ആരോടാണ് നമ്മൾ ഈ വാശി കാണിക്കുന്നത്? നമ്മൾ ആരെയാണ് കബളിപ്പിക്കുന്നത്? പൊതുമേഖലാ സ്ഥാപനങ്ങളെ നിലനിർത്തണം, സർക്കാർ തന്നെ പൈസ കൊടുക്കണം, സർക്കാർ തന്നെ. ആരുടെ കാശാണ്? ഞാനും നിങ്ങളും ചായ കുടിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ്, നമ്മൾ കുഞ്ഞിനും പാൽപ്പൊടി വാങ്ങിക്കുമ്പോൾ കൊടുക്കുന്ന ടാക്സ്, ഈ ടാക്സാണ് എടുത്ത് കളിക്കുന്നത്. അതിനൊരു അവസാനമില്ലേ? അതിനൊരു അവസാനമുണ്ട്. അതുകൊണ്ട് അങ്ങനെ പോയാൽ പറ്റത്തില്ല. നഷ്ടത്തിൽ ഓടുന്ന കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ഉപകരണങ്ങളും കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന സ്ഥലവും കൈവശം വെച്ചിരിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ, ഫാക്ടറികൾ, കമ്പനികൾ, ഇതെല്ലാം റിവൈവ് ചെയ്ത് കൊണ്ടുവരണം. ഇതെല്ലാം വിൽക്കുക എന്ന അർത്ഥത്തിലല്ല നമ്മൾ കാണുന്നത്. ഇപ്പം നെടുമ്പാശ്ശേരി വിമാനത്താവളം സ്വകാര്യ മേഖലയിൽ തുടങ്ങിയ ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളം. അന്ന് ഞാൻ അത്ഭുതപ്പെട്ടു. ശ്രീ K. കരുണാകരൻ അത് തുടങ്ങുമ്പോൾ, അന്ന് അദ്ദേഹം അത് ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. എങ്ങനെയാണ് സെക്യൂരിറ്റി, എങ്ങനെയാണ് കസ്റ്റംസ്, എങ്ങനെയാണ് ഇമിഗ്രേഷൻ എന്നെല്ലാം സംശയിച്ചു. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അന്ന് ആ വിമാനത്താവളമാണ്. 51% അതിന്റെ ഓഹരി 51% പോലും സർക്കാരിനില്ല. പക്ഷേ വിമാനത്താവളം ആരാണ് നിയമിക്കുന്നത്? ആരാണ് വിമാനത്താവളത്തിന്റെ ചെയർമാൻ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. ആരാണ് വൈസ് ചെയർമാൻ? മന്ത്രിയാണ് കേരളത്തിന്റെ. ആരാണ് നിയന്ത്രിക്കുന്നത്? സ്വകാര്യ പങ്കാളിത്തമുണ്ട്, അവരെ നിക്ഷേപമുണ്ട്. ലോകത്തെ സോളാർ വൈദ്യുതിയിൽ നിന്ന് മാത്രം വൈദ്യുതി എടുത്ത് പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ വിമാനത്താവളം മലയാളി അഭിമാനത്തോടെ അവന്റെ പങ്കാളിത്തത്തോടെ ഉണ്ടാക്കിയതാണ് എന്ന അഭിമാനം നമുക്ക് വേണം. എന്തെങ്കിലും അപകടം സംഭവിച്ചോ? വിമാനത്താവളം ആർക്കും വിറ്റോ? എന്നാൽ കേന്ദ്ര സർക്കാർ വിമാനത്താവളം വിറ്റു. മദ്രാസിലെ വിമാനത്താവളം വിറ്റു, തിരുവനന്തപുരത്തെ വിമാനത്താവളം വിറ്റു, ഹൈദരാബാദിലെ വിമാനത്താവളം വിറ്റു. ഇവിടെ എന്തെങ്കിലും വിറ്റോ? കണ്ണൂരിൽ വിമാനത്താവളം തുടങ്ങിയത് ആരാ? കേരളത്തിലെ ജനങ്ങളാണ്, മലയാളിയുടെ നിക്ഷേപമാണ്, കേരള സർക്കാരാണ് തുടങ്ങിയത്. ആര് തന്നെ കേരളം ഭരിച്ചാലും കേരള സർക്കാരിനാണ് അതിന്റെ ഡിമാൻഡ്, അതിന്റെ ക്രെഡിറ്റ് എന്ന് പറയുന്നത്. ആരുണ്ടാക്കി, ആര് പണിതു, ആര് പൂർത്തിയാക്കി എന്നുള്ളതൊന്നും അല്ല വിഷയം. സ്വകാര്യ പങ്കാളിത്തത്തിൽ നമ്മൾ ഉണ്ടാക്കിയ വിമാനത്താവളങ്ങൾ രണ്ടും നമുക്ക് നല്ലതല്ലേ? മോശം വല്ലതും ഉണ്ടോ?
കൊള്ളാവുന്ന വിമാന അത് ഗംഭീര ഇന്ത്യയിലെ ഏറ്റവും നല്ല വിമാനത്താവളങ്ങളല്ലേ നെടുമ്പാശ്ശേരിയിലും കണ്ണൂരിലും ഒക്കെ ഇരിക്കുന്നു. അത് നമ്മൾ ആലോചിക്കണം. പറയുമ്പോൾ പെട്ടെന്ന് കേൾക്കുന്ന പാതി കേൾക്കാത്ത പാതി അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിക്കാൻ പാടില്ല. നമ്മുടെ ഓരോ സ്ഥാപനം നന്നായിരിക്കണമെന്ന് മലയാളി ആദ്യം ചിന്തിക്കണം. അതിനുവേണ്ടി എന്ത് നടപടിയെടുക്കാം എന്ന് നമ്മൾ ചിന്തിക്കണം. ആ നടപടിയുമായി മുന്നോട്ട് പോകണം. അല്ലാതെ ഇടതുപക്ഷ സർക്കാരിന്റെ നയംമാറ്റം പൊതുമേഖലാ സ്ഥാപനങ്ങളെ വിറ്റ് തിന്നും, KSRTC വിൽക്കുമെന്നൊക്കെ KSRTC വിൽക്കുന്നില്ല, അല്ലാതെ തന്നെ KSRTC രക്ഷപ്പെടും. നിങ്ങൾ വിൽക്കണ്ട. KSRTC ജീവനക്കാർ സഹകരിച്ചാൽ, ജനങ്ങൾ സഹകരിച്ചാൽ KSRTC പച്ച പിടിക്കും, രക്ഷപ്പെടും. KSRTC അടുത്ത മാസം ലാഭത്തിലാക്കാന്നുള്ള മണ്ടത്തരമൊന്നും ഞാൻ പറയത്തില്ല. കോടാനുകോടി രൂപയുടെ കടമുള്ള KSRTC സ്വന്തം കാലിൽ നിർത്താൻ ഇനിയും കഴിയും. KSRTC ജീവനക്കാർ വിചാരിക്കണം, സർക്കാരിന്റെ സഹായം വേണം, ജനങ്ങളുടെ സഹകരണം വേണം. അതുകൊണ്ട് ഒറ്റ കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നഷ്ടത്തിലാക്കരുത്. നല്ല ലക്ഷ്യത്തോടെ നമ്മുടെ MLA നിങ്ങളുടെ മുഴുവൻ വികാരങ്ങളെ മാനിച്ചുകൊണ്ട് അദ്ദേഹം നമ്മളെല്ലാം സമ്മർദ്ദം ചെലുത്തി, ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തി, എന്നെ സമ്മർദ്ദത്തിലാക്കി അദ്ദേഹം ഈ സംഭവം കൊണ്ടുവരുമ്പോൾ ഇത് വിജയിച്ചില്ലെങ്കിൽ നഷ്ടം നിങ്ങൾക്ക് തന്നെയാണ്. ഹൈക്കോടതിയിലോട് ഇറങ്ങി അടുത്ത വണ്ടി കയറി പോയാൽ മതിയെന്ന് തീരുമാനിക്കരുത്. അതുകൊണ്ട് പരമാവധി ബസ്സിനെ ഉപയോഗിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇതൊരു വിജയമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിങ്ങളുടെയൊക്കെ സ്നേഹവും അനുഗ്രഹവും KSRTCയുടെ ഈ വാഹനങ്ങൾക്കുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടെ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ വ്യക്തിത്വങ്ങളുടെയും അനുവാദത്തോടെയും